വേദികളിൽ നിന്ന് ആരംഭിച്ച സർഗപ്രയാണം പ്രതിഭയുടെ ബഹുമുഖങ്ങളിലൂടെയും മികവുറ്റ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷണങ്ങളിലൂടെയും ഒരാളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയ്ക്ക് ഒരേ ഒരു പേര് രമേശ് പിഷാരടി. ധർമ്മജൻ എന്ന് പറഞ്ഞാൽ 10-16 വർഷം ഇവിടെ അമ്പലപ്പറമ്പിൽ കിടന്ന് ഉറക്കുന്ന പരിപാടി കളിച്ചിട്ടുള്ള ഒരാളാണ്. അവൻ ആദ്യമായിട്ട് ഇങ്ങനെ അവാർഡ് കിട്ടുമ്പം പുരസ്കാര രാവുകളിൽ മഹാന്മാർക്കായി വാക്കും കാഴ്ചയും ഒരുക്കുമ്പോഴും അവതാരകന്റെ ഫലിത ഭാഷണം വിളങ്ങുമ്പോഴും പുതുമയും സമകാലിക പ്രസക്തിയും കൃത്യമായി വിളക്കി ചേർക്കുന്ന പിഷാരടി സ്പർശത്തിന് പ്രായഭേദമന്യേ ലോകമെങ്ങുമുണ്ട് ആരാധകർ. 2 പതിറ്റാണ്ടുകൾ ഇന്ത്യൻ സിനിമയിലെ മഹാരഥന്മാർക്കൊപ്പം 3000-ഓളം വേദികൾ. ലാലേട്ടൻ ഇപ്പൊ ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്ന് ചേച്ചിക്ക് ഒരു അക്ഷരങ്ങളിൽ നർമ്മം നിറച്ച പുസ്തകരചന, സ്റ്റേജിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്തും ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ ഓരോ മലയാളി വീടുകളിലും അംഗമായും സിനിമയിൽ തന്റെ പ്രതിഭ തെളിയിച്ചും നമ്മൾ കണ്ട ആ കലാകാരൻ ഇന്ന് ജനസേവനത്തിന്റെ വലിയ വേദിയിലേക്ക് ചുവടുവയ്ക്കുകയാണ്. പ്രവർത്തിച്ച സംഘടനകളിലെല്ലാം തന്റെ സംഘാടന മികവ് തെളിയിച്ച പക്വതയുള്ള നേതൃത്വം. ഇവിടെ കൂടിയിരിക്കുന്ന ഈ വലിയ ജനാവലിക്ക് എന്റെ വിനയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഒരു സുദീർഘമായ പ്രഭാഷണത്തിനോ പ്രസംഗത്തിനോ ഇപ്പം മുതിരുന്നില്ല. കാരണം ഞാൻ ഇനി ഇവിടെ ഉണ്ട്. ഇവരൊക്കെ പരിപാടി കഴിഞ്ഞ് പോയേണ്ടവരാണ്. ഇവിടെ ഞാൻ ആദ്യം എത്തിയപ്പോ അവൻ സിനിമാക്കാരനല്ലേ എന്ന് പറഞ്ഞൊരു പ്രചരണം ഉണ്ടായി. ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമാക്കാരൻ എന്നുള്ള അഡ്രസ്സിൽ അല്ലെങ്കിൽ കലാകാരൻ എന്നുള്ള അഡ്രസ്സിൽ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട, നല്ലൊരു UDF പ്രവർത്തകനായിട്ട് ജയിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ആരെയും എൻ്റെ പ്രചരണത്തിന് വിളിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്തു. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെയും എന്നോടൊപ്പം നിന്ന് എൻ്റെ എല്ലാ സഹപ്രവർത്തകരും നീ എന്ത് പറച്ചിലാടാ പറഞ്ഞത്, ഞങ്ങൾ വരാൻ റെഡിയാണല്ലോ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞു. പല രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ വരാൻ തയ്യാറായിരുന്നു ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. ഇന്ന് ഇവരെല്ലാം സ്വമേധയാ വന്ന ആളുകളാണ്. ഇതിനപ്പുറം ആളുകൾ വന്നതിനേട്ടോ ഞാൻ കുറച്ചുപേരോട് മതി എന്ന് പറഞ്ഞിട്ടാണ്. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നാഥിഷിക്കൻ, നസീർക്കൻ, ജോർജ് ചേട്ടനും ഷാജോൻ ചേട്ടനും ഈ നമ്മുടെ കേശവമ്മ എല്ലാവരും, ഷാജി ചേട്ടനൊക്കെ പാലക്കാടിലെ എല്ലാവരും, ബിബിനും എല്ലാവരെയും ഞാൻ പറയണേ, പേരെടുത്ത് പറയുന്നത് നോബി, എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട്, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ. ആ സംഘടന പറഞ്ഞു ഒരു പരിപാടി ചെയ്യണം. ഇതിന്റെ അറേഞ്ച്മെന്റ്സും ഈ കണ്ട പ്രൊഫൈലും ഒക്കെ ഇവരുണ്ടാക്കി തന്നതാണ്. അവരോട് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഒരാൾ അവൻ സിനിമാക്കാരനാണ്, രാഷ്ട്രീയക്കാരനല്ല എന്നൊക്കെ പറയുന്നത് സത്യത്തില് അങ്ങനെ ചിന്തിച്ചാൽ ഇവർ വോട്ടർമാരെ എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല. കേരളത്തിലുള്ള കൊച്ചു ഗ്രാമങ്ങളിലെ ചായക്കടയിൽ ഒരു ചായ കുടിക്കുന്ന ആൾക്ക് പോലും രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്, രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല അറിവുണ്ട്. ആ അറിവ് എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ആ അറിവിൽ നിന്നാണ് പാലക്കാട് ജില്ല ഇങ്ങനെ നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആ സാഹചര്യത്തിൽ ഞാൻ ഇനി ഇത് കൂടുതലൊരു പൊളിറ്റിക്കലായി ഇതൊരു കലാപരിപാടി കാണാൻ വന്നിരിക്കുന്നതാണ്. അതിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. പലരും പറയും പുള്ളി രാഷ്ട്രീയം പറയാത്ത ആളാണ്. സാർ, രാഷ്ട്രീയം പറയാനുള്ളതല്ല, രാഷ്ട്രീയം പ്രവർത്തിക്കാനുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്. ഇന്നത്തെ ഭരണകൂടം ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയല്ല ഒരു ഗവൺമെന്റും, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനുള്ളതാണ് ഓരോ ഗവൺമെന്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജയിക്കുമ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു പാട്ട് മത്സരത്തിന് ഞാൻ ജയിച്ചു എന്ന് പറയാം.
ഞാൻ ഒറ്റക്ക് പാടണം. ഒരു ഓട്ട മത്സരത്തിൽ ഞാൻ ജയിച്ചാൽ ഞാൻ ജയിച്ചു എന്ന് പറയാം, കാരണം ഞാൻ ഒറ്റക്ക് ഓടണം. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല. എനിക്ക് മത്സരിക്കാനേ പറ്റൂ, ജയിക്കാൻ പറ്റില്ല, ജയിപ്പിക്കാനേ പറ്റുള്ളൂ. ജയിപ്പിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ഞാൻ ഇനി ഇവരുടെ സമയത്തിൽ നിന്ന് കാര്യമായി ഒന്നും അപഹരിക്കുന്നില്ല. ഞാൻ തെരഞ്ഞെടുപ്പ് പര്യടനം അവസാനിച്ചിട്ടില്ല. അവിടെ കുടുംബസംഗമങ്ങൾ ഇനിയും നടക്കുന്നുണ്ട്. സത്യത്തിൽ ആദ്യത്തെ ഈ വേദിയിൽ ഞാൻ വരണ്ട, ഇവര് ചെയ്തോളൂ ഓർത്തു. പക്ഷേ ആതിഥേയ മര്യാദ എന്നൊന്ന് നമുക്ക് മലയാളികൾക്ക് എപ്പോഴും ഉണ്ട്. ഇവരെല്ലാവരും ഇത്രയും തിരക്കുകൾക്കിടയിൽ, അവരുടെ കലാജീവിതത്തിനിടയിൽ, നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവർ ഇന്റർനെറ്റിൽ രണ്ടുപേരും ചീത്ത വിളിക്കും. അത് കേട്ടാലും ഈ ഒരു കാര്യത്തിനകത്തൊരു നന്മ ഉണ്ടെന്ന് വരണമെന്ന് വിചാരിച്ച് വന്നവരാണ്. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന ജനാവലിക്കും എന്നോടൊപ്പം ഈ വേദിയിൽ നിൽക്കുന്ന ഞാൻ ഗുരുക്കന്മാരായി കണ്ടു തുടങ്ങിയവർ മുതൽ സഹപ്രവർത്തകരായി ചെയർമാൻ ഉൾപ്പെടെ എനിക്ക് ശേഷം വന്ന ബിബിൻ ജോർജ് ഉൾപ്പെടെ ഉള്ള ഒരുപാട് ആളുകളുടെ സ്നേഹം ഈ വേദിയിൽ നിന്ന് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഞാൻ അതിൽ ഷാൻ ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരുടെയും ഞാൻ അതിൽ കൃതാർത്ഥനാണ്. ബാക്കി ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, ബാക്കി ഇനി ഇവർ പറയട്ടെ. എന്നിട്ട് ഞാൻ ഒരു സൈഡിൽ കൂടെ അടുത്ത പരിപാടിക്ക് പൊക്കോളാം. ഇവിടെ നിങ്ങൾക്ക് ഗംഭീര പരിപാടി ഗ്യാരണ്ടിയാണ്.